ഡേ 1 ഓഫ് സ്റ്റാർട്ടിങ് എ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ. ഒരുപാട് ആൾക്കാർ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയായിട്ട് അല്ലെങ്കിൽ അത് പൈസ നഷ്ടപ്പെടുക എന്നുള്ളൊരു ചിന്തയിൽ നിൽപ്പുണ്ട് ഇപ്പോഴും. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ചെറിയ പൈസ ആണെങ്കിലും 500 ആണെങ്കിലും നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം കഴിഞ്ഞ 30 വർഷത്തിൽ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോസ് മിനിമം 15% അല്ലെങ്കിൽ 12% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എപ്പോഴും നമുക്കൊരു ബെനിഫിറ്റാണ്. നമ്മൾ എഫ് ഡി അല്ലെങ്കിൽ ഗോൾഡ് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതോടൊപ്പം മ്യൂച്വൽ ഫണ്ടും കൂടെ അതിനോട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, പിന്നെ ഏത് ഫണ്ട് സെലക്ട് ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ NAV അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ലംസ ഇൻവെസ്റ്റ്മെൻറ്റ്, SIP, ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാരുണ്ട്. ഇതെല്ലാം പഠിപ്പിച്ച് തരുന്ന ഒരു വീഡിയോ സീരീസാണ് അടുത്ത 30 ദിവസം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും മെസ്സേജ് അയയ്ക്കുക. നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും.